അല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമാണ് കോഴിക്കോടും സംസ്ഥാനത്താകെയും കാണാൻ സാധിക്കുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. ഒരു പ്രധാനപ്പെട്ട കാരണം, സംസ്ഥാന സർക്കാരിനെതിരെ എവിടെയും ഒരു വികാരം കാണാനില്ല. സർക്കാരിന് അനുകൂലമാണ്. സംസ്ഥാന സർക്കാരിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ ഇത് പൊതുവെ ജനങ്ങളാകെ സ്വീകരിച്ചിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഒരുപാട് കുടുംബയോഗങ്ങളിൽ പങ്കെടുത്തു. ഞാൻ വ്യക്തിപരമായി മുന്നണി തീരുമാനിച്ചതിന്റെ ഭാഗമായി 155-ലധികം കുടുംബയോഗങ്ങൾ, 155 156 ഏകദേശം 13,066 പേരെയാണ് ആ കുടുംബയോഗങ്ങളിലായി കണ്ടത്. 19 ഏറ്റവും ചുരുങ്ങിയതും 356 ഏറ്റവും കൂടുതലുമാണ് ആ കുടുംബയോഗങ്ങളിലെ പങ്കാളിത്തം. ഈ 13,066 പേർ ഒരു ഗ്രൗണ്ടിൽ വന്ന് നമ്മൾ സംസാരിക്കുന്നതും ഈ 156 കേന്ദ്രങ്ങളിൽ വികേന്ദ്രീകരിച്ച് അവരോട് സംസാരിക്കുന്നത് രണ്ടും വ്യത്യസ്തമാണ്. കുടുംബയോഗങ്ങളുടെ പ്രത്യേകത, കുടുംബയോഗങ്ങളിൽ ഇരിക്കുന്നവർക്ക് എന്ത് സംശയങ്ങളും ചോദ്യങ്ങളും അവരുടെ പ്രതിഷേധങ്ങളൊക്കെ അറിയിക്കാനുള്ള അവസരമാണ്. ഈ 13,066 പേരിൽ സംസ്ഥാന സർക്കാരിനെതിരെ ഒരു വികാരവും, ഒരു പ്രതിഷേധവും, ഒരു ചോദ്യം പോലും വന്നിട്ടില്ല. തിരിച്ച് വീട്ടമ്മമാർക്ക് പെൻഷൻ നൽകാനുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം എല്ലാവരും എടുത്തു പറഞ്ഞിരിക്കുകയാണ്. ക്ഷേമ പെൻഷൻ 2000 രൂപയാക്കിയത് മാത്രമല്ല, ക്ഷേമ പെൻഷൻ UDF ഭരണകാലത്ത് മുടങ്ങിപ്പോയിരുന്നു. 1.5 കൊല്ലം കുടിശ്ശികയായിരുന്നു. എന്നാൽ ഈ 10 കൊല്ലത്തിനിടയിൽ ഒരു മാസം പോലും മുടങ്ങിയില്ല എന്നുള്ളതും ഈ കുടുംബയോഗങ്ങളിൽ ഉയർന്നു വന്ന പ്രധാനപ്പെട്ട ഒരു അഭിപ്രായമാണ്. അതുപോലെ സർക്കാരിന്റെ ഓരോ കാര്യങ്ങളും പൊതുവെ ജനങ്ങൾ സ്വീകരിച്ചു. ഇതൊരു ട്രെൻഡായിട്ടാണ് കാണുന്നത്. സംസ്ഥാന സർക്കാരിനെതിരെ എവിടെയും ഒരു വികാരമില്ല. എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കും വികസന പ്രവർത്തനങ്ങൾക്കും പൊതുവെ ജനങ്ങൾ അനുകൂലമാണ് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നതിന്റെ കാരണം. ഇവിടെ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും അതാത് പ്രാദേശികമായ രാഷ്ട്രീയവും ഒരു പ്രധാന പ്രശ്നമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മറ്റൊരു പ്രത്യേകത അതാണ്. ഇവിടെയാണെങ്കിൽ കോർപ്പറേഷനാണ്. കോർപ്പറേഷന്റെ ഭരണം പൊതുവെ നല്ല ഭരണമാണ്. ഇപ്പൊ ജയശ്രീ ടീച്ചർ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി നല്ല നിലയിൽ ഇടപെട്ട് ഒരുപാട് അംഗീകാരങ്ങൾ കോഴിക്കോട് കോർപ്പറേഷൻ ലഭിച്ചു. അപ്പൊ അതുകൂടി ഡബിൾ പ്ലസ് ആണ്. അപ്പോൾ പൊതുവെ LDFന് അനുകൂലമായ സാഹചര്യമാണ്. പിന്നെ മറ്റ് കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം, രാഷ്ട്രീയ സാഹചര്യം LDFന് അനുകൂലമാണ്. അല്ല, രാഷ്ട്രീയ കാര്യം പൊതുവെ LDFന് അനുകൂലം. ജനങ്ങളെ ഈ അനാവശ്യമായ വിവാദങ്ങൾ അല്ലെങ്കിൽ ഈ വർത്തമാനങ്ങൾ അതിലൊന്നുമല്ല ജനങ്ങളുടെ താല്പര്യം. കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരാണ്. അവര് പൊതുവെ എന്താണ് ഓരോ തെരഞ്ഞെടുപ്പിലും എങ്ങനെ ചിന്തിച്ച് വോട്ട് ചെയ്യണമെന്നറിയാം. ലോക്സഭയിൽ പോളിംഗ് ബൂത്തിൽ പോകുന്ന ഒരു മനോഗതിയിലല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ബൂത്ത് പോവുക. നിയമസഭാ തെരഞ്ഞെടുപ്പ് പോകുമ്പോൾ വ്യത്യസ്ത രീതിയിലാണ് മലയാളി ചിന്തിക്കുക. 1996-ലും 1991-ലും കേരളത്തിൽ ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും ഒരുമിച്ചായിരുന്നു തെരഞ്ഞെടുപ്പ്. ഒരേ വോട്ടർ വ്യത്യസ്ത രീതിയിൽ വോട്ട് ചെയ്തതിന്റെ കണക്ക് അന്ന് നമ്മൾ കണ്ടതാണ്. ഒരു ബൂത്തിൽ ഒരു മുന്നണിക്ക് ലോക്സഭാ സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ടിനേക്കാൾ കൂടുതൽ നിയമസഭാ സ്ഥാനാർത്ഥിക്ക് 100ഉം 120 ഒക്കെ കിട്ടിയത് ഈ കേരളത്തിലാണ്. അതായത് 120 പേർ, അതായത് അന്ന് 700-800 ഒക്കെയാണ് ഒരു ബൂത്തിലെ വോട്ടർമാർ. ഏകദേശം ഒരു 15%-20% വോട്ടർമാർ നിയമസഭയിൽ ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണം, ലോക്സഭയിൽ ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണം ഒരു സമയത്ത് തന്നെ ചിന്തിക്കുകയാണ്. അതാണ് മലയാളിയുടെ പ്രത്യേകത. അപ്പോൾ ഓരോ തെരഞ്ഞെടുപ്പിലും വ്യത്യസ്ത രീതിയിലാണ് ജനങ്ങൾ വോട്ട് ചെയ്യുക. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും സുരക്ഷിതമായ ഭരണം എല്ലാ നിലയിലും ഇടതുപക്ഷത്തിന് അനുകൂലമാണെന്നുള്ള ചിന്ത കേരളത്തിലുണ്ട്. അല്ല, ഞാൻ പറയുന്ന UDFന്റെ സുഹൃത്തുക്കൾക്ക് അത് പറയണമല്ലോ. അത് പറയാതെ അവർക്ക് പോകാൻ പറ്റില്ല. അവർ പറയട്ടെ, ബാക്കിയുള്ളവർ പറയട്ടെ. ഞങ്ങള് എന്തായാലും കോഴിക്കോട് ജില്ലയിൽ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം വർദ്ധിപ്പിക്കും. LDF ജില്ലാ പഞ്ചായത്തിലെ സീറ്റ് വർദ്ധിപ്പിക്കും. പൊതുവെ LDFന് അനുകൂലമായ സാഹചര്യം കേരളത്തിലുള്ളതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലുണ്ട്. രാഹുൽ പാലക്കാട്ടിൽ നിന്ന് വോട്ട് ചെയ്യാൻ വരുമോ വരില്ലയോ എന്നുള്ളൊരു അതൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. പെൻഷൻ കിട്ടുണ്ടോ ഇല്ലയോ? ഈ 10 കൊല്ലം ക്ഷേമ പെൻഷൻ കയ്യിൽ കിട്ടിയോ?
ഇനിയും കിട്ടും. വീട്ടമ്മമാരുടെ പെൻഷൻ അത് ഇന്ത്യയിൽ ആദ്യമായിട്ട് നൽകുന്നു. ലൈഫ് പദ്ധതിയിൽ വീട് വെച്ചു കൊടുക്കുന്നു. പുതിയ വ്യവസായങ്ങൾ തുടങ്ങുന്നു. നല്ല റോഡുകൾ, നല്ല കെട്ടിടങ്ങൾ, പാലങ്ങൾ, സർക്കാർ സ്കൂളുകൾ ഹൈടെക് ക്ലാസ് മുറികളായി മാറി. ഇതൊക്കെയാണ് ജനം ചിന്തിക്കുന്നത്. ആ ചിന്ത LDFന് അനുകൂലമാണ്. അല്ല, പക്ഷെ ഇന്നിപ്പോ രാവിലെ KPCC പ്രസിഡന്റ് പറയുന്നത് ഈ രാഹുലിനെതിരായ പരാതി അദ്ദേഹത്തിന് തന്നെ അയച്ചത് വെൽ ഡ്രാഫ്റ്റഡ് ആണ്, അത് ആസൂത്രിതമാണ് എന്ന് പറയുന്നു. അപ്പോൾ ഒരു പടി കൂടെ കിടന്ന രാഷ്ട്രീയത്തിലേക്കല്ലേ അത് വരും? അല്ല, അത് ഒക്കെ അതിന്റെ വഴിക്ക് നടക്കട്ടെ, അത് ഒക്കെ അതിന്റെ ഭാഗമായി നടക്കട്ടെ. ഞങ്ങൾ ഈ ഒരു വികസനവും പൊതു രാഷ്ട്രീയവും ഉയർത്തിപ്പിടിച്ചിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അത് ഞങ്ങൾ ഉയർത്തി മുന്നോട്ട് പോകുക തന്നെ. അതിൽ ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്.